ഹലോ മക്കളെ, അപ്പം ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയ SSLC ഫിസിക്സ് എക്സാമിനറിൻ്റെ മോഡൽ എക്സാമിൻ്റെ അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഇനി പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടില്ലെങ്കിൽ പോലും പേടിക്കേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സാം ഇപ്പം തന്നെ നമ്മൾ എടുക്കാം. കാരണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുകയല്ല ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ എക്സാം എടുത്ത് ശീലിക്കുകയാണ് ഇമ്പോർട്ടൻറ്റ്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നമുക്ക് പരീക്ഷയ്ക്കായി വരുന്ന സമയത്ത് ഈ ഒരു അപ്രോച്ച് തന്നെയായിരിക്കും ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണ് കിട്ടാൻ പോകുന്നത്. ഒന്ന്, നിങ്ങൾക്ക് കുറേ എക്സാമിൽ വരാൻ പോകുന്ന ആ ടൈപ്പ് ചോദ്യങ്ങൾ കിട്ടും. അതിൽ പല ചോദ്യങ്ങളും ചിലപ്പോൾ എക്സാമിൽ അതേപോലെ പബ്ലിക് എക്സാമിലൊക്കെ അതേപോലെ വരാൻ ചാൻസ് ഉണ്ട്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പരീക്ഷാ പേപ്പറിലൂടെ കടന്നു പോകുന്നത് ഒരു ചാപ്റ്റർ പഠിക്കുന്നതിലും ഭയങ്കര ഡിഫറൻ്റ് ആണ്. കാരണം പരീക്ഷാ പേപ്പറിൽ മൾട്ടിപ്പിൾ ചാപ്റ്റേഴ്സിന് മൾട്ടിപ്പിൾ രീതിയിലുള്ള കുറേ എഴുതാനുള്ള ചോദ്യങ്ങൾ, കുറേ പ്രോബ്ലംസ്, കാൽക്കുലേഷനുള്ള ചോദ്യങ്ങൾ, കുറച്ച് വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ, മൾട്ടിപ്പിൾ കാര്യങ്ങളാണ് നിങ്ങൾ ഒരേ സമയത്ത് നേരിടാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫീല് സെപ്പറേറ്റ് ആണ്. അതിനുള്ള പ്രാക്ടീസ് നമുക്ക് എന്താണ്, അത് ഇങ്ങനത്തെ പേപ്പർ ചെയ്താൽ, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ എഴുതി ശീലിച്ചാലേ നമുക്ക് കിട്ടുള്ളൂ. അത് എത്ര പ്രാവശ്യം ഒരു ചാപ്റ്റർ ഇങ്ങനെ 10 പ്രാവശ്യമോ 20 പ്രാവശ്യം പഠിച്ചാൽ ആ ഒരു സംഭവം കിട്ടില്ല. സോ മെല്ലെ നമുക്ക് പരീക്ഷ എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു പ്രാക്ടീസ് ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ പരീക്ഷ ഹാളിൽ പോയിരിക്കുമ്പോൾ നിങ്ങൾ എത്ര പഠിച്ച കുട്ടിയാണെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ആ ബുദ്ധിമുട്ട് നമുക്ക് വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇന്നത്തോടെ അപ്പോൾ ആ പരിപാടി അങ്ങോട്ട് തീർക്കാം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട അത്രയേ ഉള്ളൂ. ഓരോ ആൻസർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റാണ് കിട്ടിയെങ്കിൽ കറക്റ്റ് എന്ന് പറഞ്ഞ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. അവസാനം കിട്ടുന്ന മാർക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. നിങ്ങൾ അറ്റൻഡ് ചെയ്യാത്തവരാണെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻ ഞാൻ കാണിക്കുമ്പോൾ വീഡിയോ പോസ് ചെയ്യുക. നിങ്ങൾ ആ ക്വസ്റ്റ്യന് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ആൻസർ എഴുതുക. കുറേ സമയം എടുക്കരുത്. ഒരു റിയലിസ്റ്റിക് എക്സാമിൽ എടുക്കുന്ന സമയം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അത് കിട്ടിയില്ലെങ്കിൽ അത് സ്കിപ്പ് അടിക്കുക. എന്നിട്ട് നിങ്ങൾ അത് കറക്റ്റ് ആണോ നോക്കുക. ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ കറക്റ്റ് ആണോ നോക്കുക. അതിന് മാർക്ക് നിങ്ങൾ തന്നെ സെൽഫ് ഇവാലുവേറ്റ് ആൻസർ അവസാനം കമൻറ്റ് ബോക്സിൽ എത്ര മാർക്ക് കിട്ടിയെന്നിടുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോസസ്സ്. ലെറ്റ് us സ്റ്റാർട്ട്. ഈ ഒരു പരീക്ഷണ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഒരു മീഡിയം ലെവൽ എക്സാം ആയിരുന്നു. ഓവർ ഈസി അല്ല, ഓവർ ഡിഫിക്കൽട്ടും അല്ല എന്നാണ് എൻ്റെ ഇവാലുവേഷൻ. നിങ്ങളുടെ ഇവാലുവേഷൻ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇടാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പാർട്ട് 1 സിംഗിൾ മാർക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റിലേറ്റഡ് ടു ഗ്രീൻ എനർജി സോഴ്സ്? ചുവടെ തന്നിരിക്കുന്നതിൽ ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ട ഊർജ്ജ സ്രോതസ് ഏതാണെന്നാണ്. അപ്പോൾ ഗ്രീൻ എനർജി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫോസിൽ ഫ്യൂവൽസ് ഇല്ലേ, ഇന്ധനങ്ങളും പ്ലസ് ന്യൂക്ലിയർ എനർജി അല്ലെ ന്യൂക്ലിയർ ഫ്യൂവൽ, ഇത് ഒഴിവാക്കിയിട്ടുള്ള എല്ലാവരും എന്താണ്, ഗ്രീൻ എനർജിയാണ്. അപ്പം ഫോസിൽ ഫ്യൂവൽസും ന്യൂക്ലിയർ എനർജിയും അത് ഒഴിവാക്കിയിട്ടുള്ള എല്ലാവരും എന്താണ്, എവിടെ പെട്ടിരിക്കുകയാണ്, ഗ്രീൻ എനർജിയിലാണ്. ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ കോള്, പെട്രോളിയം, പിന്നെ നാച്ചുറൽ ഗ്യാസും, പിന്നെ അവരുടെ പ്രൊഡക്ട്സും. ഇപ്പോൾ കോളിൻ്റെ കുറേ പ്രോഡക്ട്സ് നിങ്ങൾക്ക് അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എനർജി മാനേജ്മെൻറ്റ് പഠിച്ചില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ പോയിട്ട് പഠിച്ചാൽ മതി. ഈ ചാപ്റ്റർ പലരും പഠിക്കാത്തൊരു ചാപ്റ്റർ ആയിരിക്കും, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. പഠിച്ചില്ലെങ്കിൽ ചാനലിൽ പോയിട്ട് ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ടാകും. എനർജി മാനേജ്മെൻറ്റിൻ്റെ ലൈവ് 1 ഷോട്ട് ഒക്കെ ഉണ്ട്, പോയി ഇരുന്ന് കാണാം. പെട്രോളിയത്തിൻ്റെ പ്രോഡക്ട്സ് ഉണ്ട്, LPG പെട്രോളിയത്തിൻ്റെ പ്രോഡക്ട്സ് ആണ്, നാച്ചുറൽ ഗ്യാസിൻ്റെ പ്രോഡക്ട്സ് ആണ്, CNG, LNG. അപ്പോൾ ഇവരൊക്കെ വരുന്ന എന്താണ്, ഗ്രീൻ എനർജിയിലല്ല. ന്യൂക്ലിയർ എനർജി, ന്യൂക്ലിയർ ഫ്യൂഷൻ, ന്യൂക്ലിയർ ഫിഷൻ, അറ്റോമിക് റിയാക്ടറൊക്കെ അതൊക്കെ ഗ്രീൻ എനർജീൻ്റെ പുറത്താണ്. ഈ ഗ്രീൻ എനർജീൻ്റെ പുറത്തുള്ള ആൾക്കാർ നമ്മൾ ബ്രൗൺ എനർജി എന്ന് വിളിക്കും, ബ്രൗൺ എനർജി. ഓക്കെ, ഇനി പറ, അറ്റോമിക് റിയാക്ടറിൽ നടക്കുന്നത് എന്താണ്, അത് ന്യൂക്ലിയർ ഫ്യൂഷനും ന്യൂക്ലിയർ ഫിഷനുമാണ്, അതൊക്കെയാണ് അവിടെ നടക്കുക. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷനാണ് നടക്കുക. അപ്പോൾ അത് ന്യൂക്ലിയർ എനർജിയാണ്. സോ അത് ബ്രൗൺ എനർജിയാണ്, ഗ്രീൻ എനർജി അല്ല. നെക്സ്റ്റ്, ഡീസൽ എഞ്ചിനിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക്? ഡീസലിൽ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, ഡീസൽ എഞ്ചിനിൽ നമ്മൾ ഡീസലാണ് ഉപയോഗിക്കുന്നത്. ഡീസൽ എന്ന് പറഞ്ഞാൽ പെട്രോളിയത്തിൻ്റെ പ്രൊഡക്റ്റാണ്. പെട്രോൾ, ഡീസൽ, കെറോസിൻ ഒക്കെ പെട്രോളിയത്തിൻ്റെ പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ഇവിടെ പെട്രോളിയമാണ്, വിച്ച് ഇസ് ഫോസിൽ ഫ്യൂൽ, വിച്ച് ഇസ് ബ്രൗൺ എനർജി. ഇതൊക്കെ ബ്രൗൺ എനർജിയാണ്. ഇതൊന്നും ഗ്രീൻ അല്ല. ഗ്രീൻ അല്ലാത്ത ആൾക്കാരാണ് ബ്രൗൺ, ബാക്കിയുള്ളവരൊക്കെ ഗ്രീനാണ്. വിൻഡ്, സോളാർ എനർജി ഒക്കെ ഗ്രീനാണ്, ഒക്കെ ബയോഗ്യാസ് ഒക്കെ ഗ്രീനാണ്. ഇവരല്ലാത്ത ആൾക്കാരൊക്കെ ഗ്രീനാണ്. വിൻഡ് മില്ല് നമ്മൾ ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? ന്യൂക്ലിയർ എനർജി ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതിനർത്ഥം എന്താണ്, ഇറ്റ് ഇസ് ഗ്രീൻ എനർജി. ലാസ്റ്റ്ലി, തെർമൽ പവർ സ്റ്റേഷൻ എന്താ സംഭവിക്കുക വെച്ചാൽ, കൽക്കരി പോലത്തെ ഫോസിൽ ഇന്ധനങ്ങൾ, കോള് പോലത്തെ ഫോസിൽ ഇന്ധനങ്ങളാണ് നമ്മളവിടെ കത്തിച്ചിട്ട് അവിടെ നമ്മളെന്താണ് ഹീറ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ ടർബൈനൊക്കെ ഇറക്കുന്നത്. സോ തെർമൽ പവർ സ്റ്റേഷനിൽ എന്താണ് ഉപയോഗിക്കുന്നത്, കോളൊക്കെയാണ് ഉപയോഗിക്കുക. കോള്, ലിഗ്നൈറ്റ് ഒക്കെയാണ്, നാഫ്തയൊക്കെയാണ് ഉപയോഗിക്കുക. നാഫ്ത എന്ന് പറഞ്ഞാൽ പെട്രോളിയത്തിൻ്റെ മറ്റൊരു പ്രൊഡക്റ്റൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഫോസിൽ ഫ്യൂവൽസ് ആണ് അവിടെ കത്തിക്കുക നമ്മൾ. സോ ഇറ്റ് ഇസ് ബ്രൗൺ എനർജി. സോ ആര് മാത്രമേ ഉള്ളൂ, ഗ്രീൻ എനർജി, വിൻഡ് മിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചവർക്ക് ഇത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഈ പഠിക്കാത്തവർ പോയി പഠിക്കുക. കാരണം ഇങ്ങനത്തെ ചോദ്യങ്ങൾ എക്സാമിൽ നിരവധി തവണ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ദർ ഇസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കണ്ടക്ടർ ആൻഡ് EMF ഇസ് ഇൻഡ്യൂസ്ഡ് ഇൻ നെയിം ദ ഫിനോമിനൻ. മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ EMF ഉണ്ടാവും. ഇതിനെന്താ വിളിക്കുക, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഷോർട്ട് ഫോമിൽ പറയുകയാണെങ്കിൽ EMI, വൈദ്യുതകാന്തിക പ്രേരണമാണ് ആൻസർ. അത് ഫുള്ളായിട്ട് എഴുതി വെക്കുക.
പരീക്ഷയിൽ ഇതിന് ഡെഫിനിഷൻ ചോദിക്കും. വാട്ട് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ? വൈദ്യുതകാന്തിക പ്രേരണ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് സംഭവം. വെൻ ദർ ഇസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് കണ്ടർ EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ, ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വിളിക്കുക. അപ്പോൾ അങ്ങനെയും തിരിച്ചും ചോദിക്കാം. ഐഡന്റിഫൈ ദ മിറർ വിച്ച് ഓൾവേസ് ഫോംസ് വെർച്വൽ ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ്. എപ്പോഴും വെർച്വൽ മിഥ്യയായും ഡിമിനിഷ്ഡായും വലിപ്പം കുറഞ്ഞ ഇമേജ് ഉണ്ടാക്കുന്ന പ്രതിബിംബം ഉണ്ടാക്കുന്ന സാധനം ഏതാണ്? പ്ലെയിൻ മിററാണ്. പ്ലെയിൻ മിറർ എപ്പോഴും സെയിം സൈസാണ് ഉണ്ടാക്കുക. വലിപ്പം, ഒബ്ജക്റ്റിൻ്റെ വലിപ്പവും ഇമേജിൻ്റെ വലിപ്പം സെയിം സൈസ് ആയിരിക്കും. ഡിമിനിഷ് ഒരിക്കലും ഉണ്ടാക്കില്ല. വെർച്വൽ ആയിരിക്കും, മിഥ്യയായിരിക്കും, വെർച്വൽ ആയിരിക്കും, വെർച്വൽ ഇരട്ടമായിരിക്കും പ്ലെയിൻ മിറർ, പക്ഷേ ഡിമിനിഷ് ഒരിക്കലും ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇതല്ല എന്തായാലും. ഓക്കെ, പ്ലെയിൻ മിറർ ഇപ്പോൾ സെയിം സൈസാണ്, ഒബ്ജക്റ്റിനും ഇമേജിനും സെയിം സൈസ് ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുക. കോൺവെക്സ് മിററാണ് കോൺകേവ് മിററാണെന്നാണ് ചോദ്യം. മക്കളെ കോൺകേവ് മിററിന് എല്ലാം പറ്റും. കോൺകേവ് മിററിന് ഓൾ പോസിബിൾ. അതായത് വെർച്വലും പറ്റും, റിയലും പറ്റും, യഥാർത്ഥ ഇമേജും പറ്റും, മിഥ്യയായുള്ള ഇമേജും പറ്റും. ഡിമിനിഷ് മാത്രമൊന്നുമല്ല, ഡിമിനിഷ്ടും പറ്റും, സെയിം സൈസും പറ്റും, എൻലാർജും പറ്റും, വലിപ്പം കൂടിയതും വലിപ്പം കുറഞ്ഞതും സെയിം സൈസ് എല്ലാം പറ്റും. അപ്പോൾ ഓൾവേസ് ഫോംസ് വെർച്വൽ ആൻഡ് ഡിമിനിഷ്ഡ് ആണോ? അല്ല, ഇവനെല്ലാം പോസിബിൾ ആണ്. അപ്പോൾ ഓൾവേസ് ഫോംസ് വെർച്വൽ എന്ന് പറയുന്നത് തെറ്റാണ്. കോൺവെക്സ് മിററിനാണ് ഇത് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ കോൺവെക്സ് മിററിൻ്റെ കേസിൽ അവൻ എപ്പോഴും വെർച്വൽ ഉണ്ടാക്കാൻ പറ്റില്ല, അവന് ഡിമിനിഷ്ഡ് ഉണ്ടാക്കാൻ പറ്റില്ല. ഒരിക്കലും റിയൽ ഇമേജ് ഉണ്ടാക്കാൻ പറ്റില്ല, ഒരിക്കലും സെയിം സൈസോ എൻലാർജ് ഇമേജോ ഉണ്ടാക്കാൻ പറ്റില്ല, എപ്പോഴും ഡിമിനിഷ്ഡ് ആയിരിക്കും. അപ്പോൾ ഇത് പഠിച്ചു വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ എക്സാമിൽ. വിച്ച് ഫിനോമിനൻ ഓഫ് ലൈറ്റ് ഈസ് മെയ്ഡ് യൂസ് ഇൻ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ഫോർ കമ്മ്യൂണിക്കേഷൻ? മലയാളത്തിൽ ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ വീഡിയോ പോസിറ്റീവ് വായിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. ഏത് ഫിനോമിനാണ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൽ ഉപയോഗിക്കുന്ന? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. മലയാളത്തിൽ പൂർണ്ണാന്തര പ്രതിപതനം. ഫുൾ പേര് എഴുതി വെക്കണം എക്സാമിൽ എഴുതുന്നത്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ബ്രാക്കറ്റിൽ TIR എന്ന് എഴുതി വെക്കുക. മലയാളത്തിൽ പൂർണ്ണാന്തര പ്രതിപതനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ് അതിന് ഡെഫിനേഷൻ എക്സാമിൽ ചോദിക്കാം, അപ്പോൾ അത് പഠിച്ചു വെക്കുക. 2 ഡെഫിനേഷൻസാണ് ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കുക. ഒന്ന് TIRൻ്റെ ഡെഫിനേഷൻ, മറ്റേത് ക്രിട്ടിക്കൽ ആംഗിൾ ഡെഫിനേഷൻ. ഏതെങ്കിലും ഒന്ന് എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 2 ഡെഫിനേഷൻസും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത പോലെ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ അത് കോൺസെപ്റ്റ് ഒന്നും അറിയില്ലെങ്കിൽ ഇതിനൊക്കെ 1 ഷോട്ട് ലൈവുകളൊക്കെ നമ്മുടെ ചാനലുണ്ട്, പോയി കാണാൻ പഠിക്കുക. സൊല്യൂഷനായി. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് ഒന്നും കൂടി അത് സെറ്റാക്കാം. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ പാർട്ട് എല്ലാം 1 സ്കോർ അല്ലല്ലോ. ഇത് 1 സ്കോർ തന്നെയാണ്. ഓക്കെ, ശരി. ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ടേംസ് ഇൻ ദ ഫസ്റ്റ് പെയർ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു അല്ലേ? ഓക്കെ ആയിരുന്നു. ചാപ്റ്റർ അറിയുന്നവർക്ക് ഓക്കെ ആയിരുന്നു, ചാപ്റ്റർ അറിയാത്തവർക്ക് പഠിക്കേണ്ടത്. ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് സെക്കൻഡ് പെയർ. ഇൻകാൻഡസെന്റ് ലാമ്പിൻ്റെ ഉപയോഗിക്കുന്ന ഫിലമെന്റ് ആണ് ടങ്സ്റ്റൺ. ഹീറ്റിംഗ് കോയിൽ ഓഫ് അപ്ലയൻസസ്. ഹീറ്റിംഗ് കോയിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആരെയാണ് മക്കളെ? നമ്മൾ നിക്രോം എന്ന് പറഞ്ഞവനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എപ്പോഴും എക്സാമിൽ ചോദിക്കുന്നതാണ്. ഇൻകാൻഡസെന്റ് ലാമ്പിൻ്റെ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ടങ്സ്റ്റനെയാണ്. ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്നത് എപ്പോഴും നിക്രോമിനെയാണ്. ഇനി എക്സാമിൽ വേറെ ചോദ്യങ്ങൾ എന്താ ചോദിക്കുക? ടങ്സ്റ്റൻ്റെ 4 പ്രോപ്പർട്ടീസ് ചോദിക്കും, നിക്രോമിൻ്റെ 4 പ്രോപ്പർട്ടീസ് ചോദിക്കും. പഠിച്ചു വെക്കുക. ഓക്കെ, എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് 4 പ്രോപ്പർട്ടീസ്? നിക്രോമിൻ്റെ കേസിൽ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും, ഹൈ ഡക്റ്റിലിറ്റി ആയിരിക്കും, ഹൈ റെസിസ്റ്റിവിറ്റി ആയിരിക്കും, എബിലിറ്റി ടു റിമീറ്റ് ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ് ആയിരിക്കും. ടങ്സ്റ്റൻ്റെയും സെയിം ആണ് ആദ്യത്തെ 3. ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ ഡക്റ്റിലിറ്റി, നേരത്തെ കമ്പിളാക്കാൻ കഴിയുന്നു, അതിനെ ഡക്റ്റിലിറ്റി എന്ന് പറയാം. പിന്നെന്താ? ഹൈ റെസിസ്റ്റിവിറ്റി. ലാസ്റ്റ് പ്രോപ്പർട്ടിയിൽ വ്യത്യാസമുണ്ട്. എന്താണ് ലാസ്റ്റ് പ്രോപ്പർട്ടി? എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് ഇൻ വൈറ്റ് ഹോട്ട് കണ്ടീഷൻ. വൈറ്റ് ഹോട്ട് കണ്ടീഷനിൽ ധവള പ്രകാശം പുറത്തു വിടാനുള്ള കഴിവ് ടങ്സ്റ്റൺ ഉണ്ട്. അപ്പോൾ ഈ 4 പ്രോപ്പർട്ടീസ് 2ൻ്റെയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പരീക്ഷയിൽ ഏതെങ്കിലും ഒന്ന് എക്സ്പെക്ട് ചെയ്തോ. അക്കോർഡിംഗ് ടു ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. അപ്പോൾ മറ്റേ ചോദ്യത്തിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. സൈൻ ഓഫ് ഫോക്കൽ ലെങ്ത് ഓഫ് കോൺകേവ് ലെൻസ്. മക്കളെ, ഈ കോൺകേവ് എന്ന് കേട്ടാൽ തന്നെ ഉറപ്പിച്ചോ, എന്ത് ലെൻസ് ആണെങ്കിലും മിറർ ആണെങ്കിലും എന്താണെങ്കിലും ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്. കോൺവെക്സ് എന്ന് കേട്ടാൽ പോസിറ്റീവ് ആണെന്ന് ഓർത്തോ. അപ്പോൾ നെഗറ്റീവ് ആണ് ആൻസർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ കോൺവെക്സ് മിറർ ആണെങ്കിലും ലെൻസ് ആണെങ്കിലും കോൺവെക്സ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത് പോസിറ്റീവും, കോൺകേവ് എന്ന് കേട്ട് കഴിഞ്ഞാൽ, കേവ് ഓർത്തോക്കാൻ ട്രിക്ക് പറഞ്ഞാൽ, കേവ് എന്ന് പറഞ്ഞാൽ ഗുഹ, ഫുൾ നെഗറ്റീവ് വൈബല്ലേ, ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്. അത് ലെൻസ് ആണെങ്കിലും മിറർ ആണെങ്കിലും സെയിം ആണ് കേട്ടോ. ദ പ്രോമിനൻറ്റ് എഫക്ട് പ്രൊഡ്യൂസ് വെൻ കറണ്ട് പാസസ് ത്രൂ എ സോളിനോയിഡ്. ഒരു സോളിനോയിഡിലൂടെ നിങ്ങൾ കറണ്ട് കടത്തി വിട്ടാൽ എന്താ സംഭവിക്കുക? അതിൻ്റെ ഉള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, കാന്തിക മണ്ഡലം ഉള്ളിലുണ്ടാവും. കെമിക്കൽ എഫക്റ്റ് ആണോ, മെക്കാനിക്കൽ എഫക്റ്റ് ആണോ, മാഗ്നറ്റിക് എഫക്റ്റ് ആണോ, ലൈറ്റ് എഫക്റ്റ് ആണോ? മാഗ്നറ്റിക് എഫക്റ്റ് ആണ്. കാന്തിക ഫലമായിരിക്കും ഉണ്ടാവും. അപ്പോൾ വൈദ്യുതിയുടെ കാന്തിക ഫലം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോളിനോയിഡിന് വയ്ക്കുക. ഈ സോളിനോയിഡിന് കറണ്ട് കടത്തി വിട്ട് ഉള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ഈ പരിപാടി, ഈ ഒരു സെറ്റപ്പിനെ വിളിക്കുന്ന പേരാണ്, ഇതിനെ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് വിളിക്കും, വൈദ്യുത കാന്തം എന്ന് വിളിക്കും. ഓക്കെ, പരീക്ഷ ചോദിക്കാം. വെൻ ആൻ ഒബ്ജക്ട്, അപ്പോൾ അടുത്തത് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. വെൻ ആൻ ഒബ്ജക്ട് ഇസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ അറ്റ് ഡിസ്റ്റൻസ് ഓഫ് 60 സെൻറ്റിമീറ്റർ ആൻഡ് ഇമേജ് ഇസ് ഒബ്റ്റെയിൻ ഓൺ എ സ്ക്രീൻ അറ്റ് ഡിസ്റ്റൻസ് ഓഫ് 30 സെൻറ്റിമീറ്റർ ഫ്രം ദി മിറർ, ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത്. അപ്പോൾ വീണ്ടും സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളാണ്, എപ്പോഴും എക്സാമിൽ ചോദിക്കുന്ന തരം ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? ഒരു കോൺകേവ് മിറർ നല്ല വൃത്തിക്ക് വരച്ച് വെക്കുക. എപ്പോഴും ഫിഗർ വരച്ചിരിക്കുന്നതായിരിക്കും നല്ലത്. 60 സെൻറ്റിമീറ്ററാണ് ലെഫ്റ്റിലാണ് നമ്മളെപ്പോഴും ഒബ്ജക്റ്റിന് വെക്കുക. അപ്പോൾ 60 സെൻറ്റിമീറ്റർ ഫ്രം ദി മിററാണ് നമ്മുടെ ഒബ്ജക്റ്റിനെ കാണിക്കാൻ വേണ്ടി OB എന്ന് കാണിക്കാം. എവിടെയാണ് ഇമേജ് ഉണ്ടാകുന്നത്? 30 സെൻറ്റിമീറ്റർ ഫ്രം ദി മിററാണ്. അതിന് ഇമേജ് ഇസ് ഒബ്റ്റെയിൻ ഓൺ എ സ്ക്രീനിൽ, ഒരു സ്ക്രീനിൽ ലഭിക്കുന്നു എന്ന് പറയുന്നു. അതായത് ഒരു റിയൽ ഇമേജ് ആണ് സ്ക്രീനിൽ കിട്ടും. അതായത് ഈ റിയൽ ഇമേജ്, ഈ സ്ക്രീനിൽ പതിക്കുന്ന ഇമേജ് ഇവിടെയാണോ ഉണ്ടാവുക, അവിടെയാണോ ഉണ്ടാവുക?
മക്കളെ മിററിൻ്റെ ഉള്ളിൽ സ്ക്രീൻ കൊണ്ട് വെക്കാൻ പറ്റില്ല, മിററിൻ്റെ പുറത്തേ വെക്കാൻ പറ്റുള്ളൂ. സോ റിയൽ ഇമേജ് എവിടെയായിരിക്കും ഉണ്ടാവുക? ലെഫ്റ്റ് സൈഡിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ മിററിൻ്റെ കേസിൽ റിയൽ ഇമേജ് ലെഫ്റ്റ് സൈഡിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക. റിയൽ ആയതുകൊണ്ട് ഇൻവേർട്ടഡ് ആയിരിക്കും, അതുകൊണ്ടാണ് തലകുത്തനായിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇമേജ്. എത്ര ഡിസ്റ്റൻസ് കയ്യിലാണ്? 30 സെൻറ്റിമീറ്റർ. സാർ എന്തുകൊണ്ടാണ് സാറ് പറഞ്ഞത് മിററിൻ്റെ കേസിൽ റിയൽ ഇമേജ് ലെഫ്റ്റിലാണ്? കാരണം ലെൻസിൻ്റെ കേസിലാണെങ്കിൽ സ്ക്രീന് നിങ്ങൾ അപ്പുറത്താണ് വെക്കുക, അപ്പോൾ റിയൽ ഇമേജ് ആണെങ്കിൽ റൈറ്റ് സൈഡിലുണ്ടാകുക. അപ്പോൾ മിററിൻ്റെ കേസിലാണെങ്കിൽ റിയൽ ഇമേജ് ലെഫ്റ്റ് സൈഡിലും, ലെൻസിൻ്റെ കേസിൽ റിയൽ ഇമേജ് കിട്ടിയെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്ക്രീനിൽ ഇമേജ് കിട്ടിയെന്ന് പറഞ്ഞാൽ ലെൻസിൻ്റെ അപ്പുറത്തായിരിക്കും. ഏത് ലെൻസാണെങ്കിലും റൈറ്റ് സൈഡിലായിരിക്കും ഉണ്ടാകും. അതൊന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത് എന്നാ ചോദ്യം. ആദ്യം നമുക്ക് യും വി എഴുതാം. യു ഇസ് ഈക്വൽ ടു ലെഫ്റ്റിലേക്കാണ് -60 സെൻറ്റിമീറ്റർ. വി ഇസ് ഈക്വൽ ടു ഇമേജിലേക്ക് ഡിസ്റ്റൻസ് വീണ്ടും ലെഫ്റ്റിലേക്കാണ് -30 സെൻറ്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് ഓഫ് മിററിൻ്റെ കേസ് എന്താണ് മക്കളെ? യു വി ഡിവൈഡ് ബൈ യു പ്ലസ് വി ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തീർക്കുക. -60 ഇൻറ്റു -30 ഡിവൈഡ് ബൈ -60 + -30 -90. ഈ മൈനസും കട്ടായാൽ ഈ പൂജ്യവും അല്ല ഈ പൂജ്യം കട്ട് ചെയ്തിട്ട് അവസാനം കിട്ടും -60 ഇൻറ്റു 3/9. ബാക്കിയുള്ള മൈനസൊക്കെ പോയി 3യും 9ഉം 3 ആണ് വരിക. -60/3 എന്ന് പറഞ്ഞാൽ -20 സെൻറ്റിമീറ്റർ ആണ്. ഫോക്കൽ ലെങ്ത് അവസാനം നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണെങ്കിൽ നെഗറ്റീവ് ആണ്. ശരിയാണോ? ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആർക്കാണ്? കോൺകേവ് ആണ്. ഇത് കോൺകേവ് മിറർ ആണോ? യെസ്, കോൺകേവ് മിറർ ആണ്. അല്ല, ഇവിടെ പറഞ്ഞിട്ടുണ്ട് കോൺകേവ് മിറർ ആണെന്നുള്ള കാര്യം. അപ്പോൾ ഇതുപോലത്തെ ചോദ്യം സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളാണ്, എപ്പോഴും ചോദിക്കും, പഠിച്ചു വെക്കണം. ഇതൊക്കെയാണ് ഈസി മാർക്ക് കിട്ടാനുള്ള ചോദ്യങ്ങൾ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഒബ്സർവ് ദി ഡയഗ്രാം. 2 റെസിസ്റ്റേഴ്സ് 16 Ω ആർ കണക്റ്റഡ് ഇൻ സീരീസ് ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 24 വോൾട്ട് സപ്ലൈ. അതിന് മുമ്പ് മലയാളത്തിലും കൂടി ചോദ്യം കാണിക്കുന്നു. വീഡിയോ പോസ് ചെയ്യാം മലയാളം മീഡിയംകാർ. ഓക്കെ, 24 വോൾട്ടാണ് ബാറ്ററി. കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. സീരീസിലാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഫോർമുല എന്താണ് മക്കളെ? സീരീസിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഫോർമുല രണ്ടുപേരും കൂടി ആഡ് ചെയ്യുക. R1 + R2 ആണ്. ദാറ്റ് 16 + 16 = 32 Ω. ബുദ്ധിമുട്ടില്ല? ഓക്കെ, അത് കിട്ടി. സഫല പ്രതിരോധം കണക്കാക്കി. ഇഫ് ദ റെസിസ്റ്റർ വർ കണക്റ്റഡ് ഇൻ പാരലൽ വിത്തൗട്ട് ചേഞ്ചിങ് ദ വോൾട്ടേജ് സോഴ്സ് വാട്ട് വിൽ ബി ദ കറണ്ട്? അപ്പം ഈ സർക്യൂട്ടിലെ കറണ്ട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, കറണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നുള്ളൂ. V = IR ആണ് കറണ്ട്. ഇത് പാർട്ട് എ ആണ് സീരീസ് കണക്ഷനിൽ. അപ്പോൾ I = V/R ആയിരിക്കും വരിക. V എത്രയാണ്? 24 ആണ്. R 32 ആണ്. അപ്പോൾ ഇത്ര ആംബിയർ ആണ്. ഇതിനെ സിംപ്ലിഫൈ ഒക്കെ ചെയ്ത് ആൻസർ എഴുതാം. ഓക്കെ, അത് ചോദിച്ചിട്ടില്ല, പക്ഷേ ഞാൻ ചോദിക്കുകയാണെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ള കാര്യം കാണിക്കാം. കറണ്ട് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാം കണ്ടുപിടിക്കാം. പവർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ചെയ്യുക. പവറിൻ്റെ പല ഫോർമുല I²R ഉണ്ട്, V²/R ഉണ്ട്. വിയും ആറും തന്ന സ്ഥിതിക്ക് നമുക്ക് V²/R നേരെ ഉപയോഗിക്കാവുന്നുള്ളൂ. V²/R ഉപയോഗിക്കുക. V എന്ന് പറഞ്ഞാൽ 24² ഡിവൈഡ് ബൈ R എന്ന് പറഞ്ഞാൽ R എഫക്റ്റീവ് ആണ് ഉപയോഗിക്കേണ്ടത്. ദാറ്റ് ഈസ് 32 ഡിവൈഡ് ബൈ 32. അപ്പോൾ പവർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അങ്ങനെ കണ്ടുപിടിക്കാം. ചോദിച്ചിട്ടില്ല, പക്ഷെ അങ്ങനെ ചോദിക്കാറുണ്ട് എക്സാമിൽ, അതുകൊണ്ടാണ് പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും. ഇനി പാരലായിരുന്നെങ്കിൽ കറണ്ട് എത്രയാണെന്ന ചോദ്യം. ഓക്കെ, പാരലാണെങ്കിൽ സഫല പ്രതിരോധം എത്രയായിരിക്കും? എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും മക്കളെ? ഫോർമുല 2 പേര് വരികയാണെങ്കിൽ R1 R2 ഡിവൈഡ് ബൈ R1 + R2 ആണ്. അല്ലെങ്കിൽ 1/R1 + 1/R2 = 1/R എഫക്റ്റ്. ആ ഫോർമുല ഉപയോഗിക്കാം, എന്ത് വെച്ചാലും കുഴപ്പമില്ല. 16 ആണ്. 16 × 16 + 16 + 16 32. 16 32 2 വരിക. 16/2 എന്ന് വരും. ദാറ്റ് ഈസ് 8 Ω എന്ന് വരും. ഇതിന് ഷോർട്ട് കട്ട് ട്രിക്കും ഉണ്ട്. 2 സെയിം പേര് വന്നാൽ പാരലൽ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഫോർമുല എന്താണ്? R/N എന്നാണ് വരിക. ദാറ്റ് ഈസ് 16/2 പേരെ കൊണ്ട് 2 = 8 എന്ന് വരും. 3 പേരാണോ? 3 16 വന്നു കഴിഞ്ഞാൽ 16/3 എന്ന് വരും. ദാറ്റ് ഈസ് ഓട്ടോ. 4 പേരാണെങ്കിൽ 16. 4 പേര് പാരലാണ്, സീരീസിലാണല്ലോ കേട്ടോ. പാരലായിട്ട് വരുന്നതാണെങ്കിൽ പാരൽ 4 പേര് വന്നാൽ 16/4 = 4 4 × 4 16 4 വരും. അപ്പോൾ ആ ട്രിക്ക് ഉണ്ട്, പക്ഷേ അല്ലെങ്കിൽ ഈ ഫോർമുല വെച്ചിട്ട് കണ്ടുപിടിക്കാവുന്നുള്ളൂ. R എഫക്റ്റീവ് കിട്ടി. ഇനി കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക? വീണ്ടും V = IR ഉപയോഗിക്കുക. I = V/R എന്ന് വരും. V 24 ആണ്, ഇത് 8 ആണ്. 3 ആംബിയർ ആയിരിക്കും കറണ്ട് വരിക. കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ എക്സാമിൽ സർവ്വസാധാരണമാണ്. ഇനി പാരലൽ കണക്ട് ചെയ്താൽ പവർ ചോദിക്കുക. അപ്പോഴും നിങ്ങൾ P = V²/R ഉപയോഗിക്കുക. പരിപാടി തീർക്കുക. V² എത്രയാണ്? 24² ഡിവൈഡ് ബൈ R എത്രയാണ്? 8 Ω ആണ് വരിക. ക്ലിയർ ആണ്? മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ ഇങ്ങനെ പല ചോദ്യങ്ങളും എക്സാമിൽ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാം. കാൽക്കുലേറ്റ് ദ പവർ ഓഫ് എ ഹീറ്റിംഗ് അപ്ലയൻസ് ഹാവിംഗ് 230 Ω റെസിസ്റ്റൻസ് വെൻ 2 ആംബിയർ കറണ്ട് ഫ്ലോസ് ത്രൂ. ഓക്കെ, കറണ്ട് തന്നിട്ടുണ്ട്. I = 2 ആംബിയർ. റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 230 Ω. പവർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പവറിന് 3 ഫോർമുലയാണുള്ളത്. ഒന്ന് I²R, V²/R, പിന്നെ VI. ആറും ഐയും തന്ന സ്ഥിതിക്ക് നമുക്ക് I²R എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫോർമുല ഉപയോഗിക്കാം. അതായത് 2 × സ്ക്വയർ ഇൻറ്റു 230. 2 × സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 × 230 ചെയ്യാം. അപ്പോൾ 23 × 4 ചെയ്താൽ 4 3 12 വരും. 4 2 8 92 വരും. ഒരു 0 കൂടെ ചേർന്നാൽ 920 യൂണിറ്റ് വാട്ട്സ് ആണ് വരിക. 920 വാട്ട്സ് ആണ് ആൻസർ. കഴിഞ്ഞു. ഒരു ബുദ്ധിമുട്ടുമില്ല, സ്ട്രേറ്റ് ഫോർവേഡ് ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യം. വൈ ഡസ് ന്യൂട്ടൺസ് കളർ ഡിസ്ക് അപ്പിയർ ടു ബി വൈറ്റ് വെൻ ഇറ്റ് ഈസ് റൊട്ടേറ്റഡ് അറ്റ് ഹൈ സ്പീഡ്? ന്യൂട്ടൻ്റെ കളർ ഡിസ്കിൽ 7 കളേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. വിബ്ജിയോർ എല്ലാം ഉണ്ട്. വി ഇൻഡിഗോ, BGO, ഒരാരും കൊണ്ട് റെഡ് കൂടെ ഉണ്ട്. 7 കളേഴ്സ് ഉണ്ടാവും. ഇതിനെ പഠിച്ച് പെട്ടെന്ന് കറക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? അത് വൈറ്റ് കളറായിട്ട് തോന്നും. ഇതിൻ്റെ കാരണം എന്താണ്? ഇതിനെ വിളിക്കുന്ന പേരാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ, വീക്ഷണ സ്ഥിരത.
ഓഫ് വിഷൻ. ഇതാണ് അതിൻ്റെ റീസൺ. ഈ പേര് ആൻസറിൽ ഉണ്ടായിരിക്കണം. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക, പെർസെൻസ് ഓഫ് വിഷൻ്റെ ഡെഫിനിഷൻ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഇനി വായിക്കാൻ മടിയുണ്ടെങ്കിൽ വൺ ഷോട്ടിൻ്റെ ലൈവ് കാണാം. എവിടെ കണ്ടാലും നിങ്ങൾക്ക് എന്താണ് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. എക്സ്പ്ലെയിനും കൂടി ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് സാർ ഇത് ഇങ്ങനെയാണ് വന്നത് എനിക്ക് മനസ്സിലായില്ല സാറിൻ്റെ ഈ ആൻസർ കണ്ടപ്പോൾ പേടിക്കണ്ട, വൺ ഷോട്ടിൻ്റെ ഈ ഭാഗം എങ്കിലും കാണാം. ഇനി ചാപ്റ്റർ തീരെ പഠിക്കാത്തവരാണ് ചാപ്റ്റർ ഫുള്ളായിട്ട് കാണാം. ക്ലിയർ ആണ്? അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇത് മനസ്സിലാവുകയും ചെയ്യും. പരീക്ഷയിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുകയും വേണം. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഡെഫിനേഷൻ കൂടി കൊടുത്താൽ മതി. ബേസിക്കലി സംഭവിക്കുന്നതെന്നാൽ നമ്മൾ ഒരു സാധനം കാണുകയാണെങ്കിൽ ആ സാധനത്തിൻ്റെ ഇമേജ് റെറ്റിനയിൽ എന്താണ് കുറച്ച് നേരം സ്റ്റക്കായി നിൽക്കും. അതപ്പോൾ തന്നെ വന്ന് നമ്മൾ ആ സാധനം കണ്ടു എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് പോവില്ല. റെറ്റിനയിൽ കുറച്ച് നേരം നിൽക്കും. എത്രയാണ് നിൽക്കുക? 0.0625 സെക്കൻഡ്സ് നമ്മുടെ റെറ്റിനയിൽ നിൽക്കും. അപ്പോൾ ആലോചിച്ച് നോക്കി, ഇതെല്ലാം കൂടെ നമ്മൾ പെട്ടെന്ന് കിടന്ന് കറങ്ങുമ്പോൾ നമ്മുടെ റെറ്റിനയിൽ ഇവരെല്ലാവരും എന്താണ് ഒരേ സമയത്ത് 0.0625 സെക്കൻഡ് സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ ഇവരെല്ലാവരും 7 കളേഴ്സ് നമ്മുടെ റെറ്റിനയിലുണ്ടാവും. ശരിയല്ലേ? 7 കളേഴ്സും കൂടെ ഒരുമിച്ച് മിക്സ് ആയി കഴിഞ്ഞാൽ അത് വൈറ്റ് ആയിട്ടാണ് നമ്മുടെ റെറ്റിന അല്ലെ നമ്മുടെ ബ്രെയിൻ പ്രസീവ് ചെയ്യാം. അത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പോൾ ഈ ഒരു പേര് വീക്ഷണസ്ഥിരത അഥവാ പെർസെൻറ്റേജ് വിഷൻ എന്ന് പറഞ്ഞാൽ ആ പേര് ആൻസറിൽ എന്തായാലും ഉണ്ടാവണം. പിന്നെ ഒബ്വിയസ്ലി 2 മാർക്ക് ചോദ്യമാണല്ലേ, 2 മാർക്ക് ചോദ്യമല്ലേ, 3 മാർക്ക് ചോദ്യം. അപ്പോൾ അത് എക്സ്പ്ലെയിനും ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണ്? ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വായിക്കാം, അല്ലെങ്കിൽ വൺ ഷോട്ട് കാണാം. When an object of height 5 cm is placed at a distance of 12 cm in front of a concave mirror, a real image was obtained at a distance of 24 cm. ഇത് എന്തായാലും നമുക്ക് വരച്ചേ പറ്റുള്ളൂ, കാരണം കുറേ ഇൻഫർമേഷൻ പറയുന്നുണ്ട് അവർ. ഓക്കെ, നമുക്ക് കൃത്യമായിട്ടൊന്ന് വരയ്ക്കാം. റെഡി? കോൺകേവ് മിറർ ആണ്. ഓക്കെ, 5 cm ഒബ്ജക്റ്റ് വാസ് പ്ലേസസ് ഇൻ 12 cm. ഇമേജ് 24 cm കിട്ടിയത്. അപ്പോൾ 12 cm ഒബ്ജക്റ്റ് വെച്ചു. 12 cm ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, 24 cm എവിടെയാണ് ഇമേജ് കിട്ടിയത്? റിയൽ ഇമേജ് ആണ്. അപ്പോൾ റിയൽ ഇമേജ് ആണ് ലെഫ്റ്റ് സൈഡിൽ വരുള്ളൂ. സ്ക്രീനിൽ കിട്ടുന്ന ഇമേജ് ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ്. 24 cm തലകുത്തനെ വരച്ചിരിക്കുന്നത്. എന്തിനായിരിക്കും? റിയൽ അല്ലേ, ഇൻവേർട്ടഡ് ആയിരിക്കണ്ടേ? അപ്പോൾ 24 cm നമ്മുടെ ഇമേജ്. ബുദ്ധിമുട്ടില്ല. 5 cm ആണ് ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ്. അതും കൂടി ജസ്റ്റ് കാണിച്ചേക്കാം. ഇമേജിൻ്റെ ഹൈറ്റ് നമുക്ക് അറിയില്ല. ഓക്കെ, കാൽക്കുലേറ്റ് മാഗ്നിഫിക്കേഷൻ ആണ് ചോദ്യം. മാഗ്നിഫിക്കേഷൻ 2 ഫോർമുല നമുക്കറിയാം. മിററിൻ്റെ കേസ് HI/HO, ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. മറ്റേത് -V/U. ഓക്കെ, ഇതിൽ വിയും യുവും നമുക്ക് അറിയുന്ന സ്ഥിതിക്ക് നമുക്ക് -V/U ഉപയോഗിക്കാം. അതിന് ആദ്യം യു എന്താണെന്ന് എഴുതുക. യു -12 ആണ്, വിയും മൈനസ് ആണ്, -24. 2 ലെഫ്റ്റിലേക്കാണ്, 2 മൈനസ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുല ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും -Vൻ്റെ പെട്ടിയിൽ V എഴുതുക, യുവിൻ്റെ പെട്ടിയിൽ U എഴുതുക. വിൻ്റെ പെട്ടിയിൽ -24 ആണ്, യുവിൻ്റെ പെട്ടിയിൽ -12 ആണ്. ഈ മൈനസുകൾ കട്ടായി പോകും, ഈ മൈനസുകൾ. അപ്പോൾ എന്താ കിട്ടുക? പുറത്തെ മൈനസ് ഉണ്ടാവും. -24/12 തന്നെ വരും. അവസാനം -2 എന്നാണ് വരും. കാരണം 12 24, 12 2 ആണ് 24. -2 ആണ് മാഗ്നിഫിക്കേഷൻ. മാഗ്നിഫിക്കേഷൻ യൂണിറ്റ് ഇല്ല, അതുകൊണ്ട് -2 cm എന്നൊന്നും എഴുതി വെക്കരുത്. യൂണിറ്റ് ഇല്ല, 2 ഹൈറ്റിൻ്റെ റേഷ്യോ ആണ്. ഓക്കെ, അപ്പോൾ 2ന് യൂണിറ്റ് കട്ടായി പോകും. മാഗ്നിഫിക്കേഷൻ എന്നല്ല ചോദിച്ചിരിക്കുന്നത്. മാഗ്നിഫിക്കേഷൻ കിട്ടി. എത്രയാണ്? -2 ആണ്. നെക്സ്റ്റ്, ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ഇമേജ്. ഇനി ഹൈറ്റ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കാം. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് 5 cm ആണെന്നേരം ഇമേജിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. മാഗ്നിഫിക്കേഷൻ കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഈ ഫോർമുല എടുത്ത് ഇവിടേക്ക് എഴുതാം. മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു HI/HO ഇംപ്ലൈസ് HI എന്തായിരിക്കും? HO അങ്ങോട്ട് പറഞ്ഞോട്ടെ, M/HO. മാഗ്നിഫിക്കേഷൻ -2 ആണ്. ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് 5 cm ആണ്. അപ്പോൾ -10 cm കിട്ടും. അപ്പോൾ ഹൈറ്റ് ഓഫ് ഇമേജ് -10 cm കിട്ടി. -10 കാണിക്കുന്ന മൈനസ് എന്താ കാണിക്കുന്നത്? ഇൻവേർട്ടഡ് ആണ്, തല കുത്തനെയാണെന്നാണ് കാണിക്കുന്നത്. അത്രേ ഉള്ളൂ. തല കീഴായിട്ടാണെന്ന് കാണിക്കുന്നത്. തല കീഴായിട്ടില്ല, അതാണ് മൈനസ് കാണിക്കുന്നത്. 10 ഹൈറ്റ്, പക്ഷേ താഴേക്കാണ് 10. ഇൻവേർട്ടഡ് ആണ് 10 എന്നുള്ള കാര്യം ആണ് ഈ മൈനസ് കാണിക്കുന്നത്. മാഗ്നിഫിക്കേഷൻ മൈനസ് കാണിക്കുന്നത് എന്താണ് മക്കളെ? ഇൻവേർട്ടഡ് ആണെന്നാണ്. അപ്പോൾ മൈനസ് വന്നാൽ ഇൻവേർട്ടഡ് ആണ് മനസ്സിലായി. ഇൻവേർട്ടഡ് ആണെങ്കിൽ റിയലും ആയിരിക്കും, തല കീഴായിരിക്കുകയാണെങ്കിൽ യഥാർത്ഥ ഇമേജും ആയിരിക്കും. ഓക്കെ, ആ ഒരു കാര്യം കൂടി ഉണ്ട് അവിടെ. ബേസ്ഡ് ഓൺ മാഗ്നിഫിക്കേഷൻ ഹൗ ക്യാൻ ബി പ്രൊഡിക്ട് വെദർ ദി ഇമേജ് ഫോം ഇസ് ഇറക്റ്റ് ഓർ ഇൻവേർട്ടഡ്? ഞാൻ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് ആണ് മാഗ്നിഫിക്കേഷൻ എങ്കിൽ ഇമേജ് ഇസ് ഇൻവേർട്ടഡ്, തല കീഴായിരിക്കും. പോസിറ്റീവ് ആണ് +2 എന്നല്ലേ, +3 അല്ലെ +0.5 എന്ത് പ്ലസ്, അത് പ്ലസ് എന്ന് എഴുതൂല ആരും, പക്ഷെ അങ്ങനെ പ്ലസ് ആണ്. നെഗറ്റീവ് ഇല്ലെങ്കിൽ അത് ഇറക്റ്റ് ആണ്, നിവർന്നാണ് ഇമേജ് എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാൻ പറ്റും. അടുത്ത ചോദ്യം പിടിച്ചോ. ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ ഫോർ എ പേഴ്സൺ വിത്ത് ഡിഫക്റ്റീവ് വിഷൻ ഹാസ് ദി ഫിഗർ എന്നല്ലേ, ഇറ്റ് ഹാസ് ദി ഫിഗർ. ഓക്കെ, മൈനസ്, നമ്മുടെ ഇംഗ്ലീഷിൻ്റെ കൂടെ ആളല്ലേ, കറക്റ്റ് ചെയ്തേക്കാം. -1D 1.25D. ഓക്കെ, ഈ ഡി എന്ന് പറഞ്ഞ സാധനം എന്താണ് മക്കളെ? പവറാണ് കാണിക്കുന്നത്, ഡയോപ്റ്റർ ആണ് യൂണിറ്റ്. വാട്ട് ഡു ദിസ് ഫിഗർ ഇൻഡിക്കേറ്റ്? ഈ -1D 1.25D എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊക്കെ പവറിൻ്റെ യൂണിറ്റ്സ് ആണ്, ലെൻസിൻ്റെ പവറിൻ്റെ യൂണിറ്റ്സ് ആണ്. അപ്പോൾ എന്തിൻ്റെ പവർ ഓഫ് ലെൻസ് ആണ്? ജനറേറ്ററിൻ്റെയോ അല്ലെങ്കിൽ കണ്ടക്ടറിൻ്റെ അല്ലെ ഹീറ്റിംഗ് കോയിലിൻ്റെ അയൺ ബോക്സിൻ്റെ പവറൊന്നുമല്ല, ബൾബിൻ്റെ പവറൊന്നുമല്ല, പവർ ഓഫ് ലെൻസിൻ്റെ പവറാണ്. ഓക്കെ, പവർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും? റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് എന്ന് പറയണം. പവർ ഈസ് ഈക്വൽ ടു 1/f, റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്. ഓക്കെ, ഐഡൻറ്റിഫൈ ദ ഡിഫക്റ്റ് ഓഫ് ദി ഐ, റൈറ്റ് ദ റീസൺ ഫോർ ദിസ് ഡിഫക്റ്റ്. ഓക്കെ,
ഏത് ഡിഫക്റ്റ് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് മക്കളെ? ഇപ്പോൾ ഇവിടെ 2 തന്നിട്ടുണ്ട്. 2 മലയാളത്തിലും കൂടി നോക്കിയാൽ ഇത് 2 മൈനസ് ആയിരുന്നു കേട്ടോ. 2 മൈനസ് ആണ്. -1D -1.25D അങ്ങനെ ആക്കുക. അപ്പോൾ രണ്ടും നെഗറ്റീവ് പവറാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഐഡൻറ്റിഫൈ ദ ഡിഫക്റ്റ് ഓഫ് ദി. അതിങ്ങനെ കണ്ടുപിടിക്കുക. 2 ഡിഫക്റ്റാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഒന്ന് മയോപ്പിയ, മറ്റേത് ഹൈപ്പർമെട്രോപ്പിയ. ഇതിങ്ങനെ ഇപ്പോൾ കണ്ടുപിടിക്കാം മക്കളെ. ആദ്യം നിങ്ങൾ ആലോചിച്ചാൽ പവർ നെഗറ്റീവ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പവർ എന്ന് പറഞ്ഞാൽ 1/4 ഫോക്കൽ ലെങ്ത് ആണ്. അപ്പോൾ പവർ നെഗറ്റീവ് ആണ്, ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് മനസ്സിലായി. ഈ ഫോക്കൽ ലെങ്ത് നെഗറ്റീവുള്ള ലെൻസ് ആരാണ്? കോൺകേവ് ഉള്ളൂ. മിററും ലെൻസും ഒക്കെ കോൺകേവ് വന്നാലേ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ഉള്ളൂ. അപ്പോൾ കോൺകേവ് ലെൻസ് ആണുള്ളത്. ഇനി കോൺകേവ് ലെൻസ് എവിടെയാണ് ഉപയോഗിക്കുന്നത് എങ്ങനെ ഓർത്ത് വെക്കുക? മയോപ്പിയിലാണോ ഹൈപ്പർമെട്രോപ്പിയിലാണോ? അതിനൊരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസ് കണ്ടവർക്ക് അറിയാം. ലോങ്, സെൽഫ്, കോവിഡ്, ഇതിലെല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതെന്താ സാർ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവുക? ലോങ് സൈഡ് ഇൻഡസ് എന്ന് പറഞ്ഞാൽ ലോങ് പേരാണ് ഹൈപ്പർമെട്രോപ്പിയ. അതിന് ലോങ് സൈഡ് ഇൻഡസ് ആണ് അതിന് മറ്റൊരു പേര്. അതായത് ദൂരമുള്ള സാധനം കാണാൻ പറ്റും, അടുത്തുള്ള സാധനം കാണാൻ പറ്റില്ല. അതിൻ്റെ റീസൺസ് എന്താണ്? SC എന്ന് പറഞ്ഞാൽ സ്മോൾ ഐബോൾസ്, LF എന്ന് പറഞ്ഞാൽ ലാർജ് ഫോക്കൽ ലെങ്ത്. അപ്പോൾ 2 റീസൺസ് ആണ്. ഇതും എക്സാമിൽ ചോദിക്കും. വാട്ട് ആർ ദി റീസൺസ് ഫോർ ഹൈപ്പർമെട്രോപ്പിയ? ദീർഘദർശിക്കുള്ള 2 കാരണങ്ങൾ എന്താണ്? ഐബോൾസ്, നേത്രഗോളത്തിൻ്റെ വലിപ്പം കൂടുതലാണ്, ഫോക്കസ് ദൂരം ഇത് കുറവാണ്, ഫോക്കസ് ദൂരം കൂടുതലാണ്. ഇനി അതിൻ്റെ ഇനി അതിൻ്റെ റെമഡി എന്താണ്? അതിവിടെ കിടപ്പുണ്ട്. കോവിഡിൽ എന്താണ്? COV, കോൺകേവ് ആണ്, കോൺവെക്സ് ആണ്, കോൺവെക്സ് ലെൻസ് ആണ്. അപ്പോൾ കോൺവെക്സ് ലെൻസ് ആണ് ഇവൻ്റെ റെമഡി. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് നമുക്കിത് ഫിക്സ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ട്രിക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി നിങ്ങൾ കോവിഡ് സമയത്ത് കുറേ നാൾ ലോങ് ടൈം നിങ്ങൾ ഒറ്റയ്ക്ക് കോവിഡ് സമയത്ത് ഇരിക്കേണ്ടി വന്നു അല്ലേ? അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. ലോങ് ടൈം സെൽഫ് ആയിട്ട് ഒറ്റയ്ക്ക് കോവിഡ് ബാധിച്ചില്ല, കോവിഡ് സമയത്ത് ഇരിക്കേണ്ടി വന്നു. അപ്പം ഹൈപ്പർമെട്രോപ്പിന് കിട്ടി. അപ്പോൾ ഹൈപ്പർമെട്രോപ്പിക്ക് കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുക. പക്ഷേ നമ്മുടെ ഇവിടെ എന്താണ്? കോൺകേവ് ലെൻസ് ആണ്. അപ്പോൾ എന്താണ് ഡിഫക്റ്റ്? ഹൈപ്പർമെട്രോപ്പി അല്ല, മയോപ്പിയാണ്. മയോപ്പിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. മയോപ്പിയ ആണെങ്കിൽ മയോപ്പിയ സ്മോൾ ഐസ് അല്ല, ലാർജ് ഐബോൾസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സ്മോൾ ഫോക്കൽ ലെങ്ത് ആയിരിക്കും. നേരെ ഓപ്പോസിറ്റ് എഴുതിയാൽ മതി. സ്മോൾ ഫോക്കൽ ലെങ്ത് ആയിരിക്കും. അപ്പം ഇതിനു വേണ്ടി സെപ്പറേറ്റ് ട്രിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. കോൺകേവ് ലെൻസ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇവിടെ കോൺകേവ് ലെൻസ്. അപ്പോൾ ഇത്ര കണക്റ്റഡ് ആണ്. പവർ നെഗറ്റീവ് ആണ്, ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ കോൺകേവ് ലെൻസാണ് മനസ്സിലായി. കോൺകേവ് ലെൻസ് എവിടെ ഉപയോഗിക്കുക? മയോപ്പിയില. അപ്പോൾ ഇത്രയും ചിന്തിക്കണം. ഓക്കെ, റൈറ്റ് ദ റീസൺ ഫോർ ദിസ് ഡിഫക്റ്റ്. മയോപ്പിയുടെ റീസൺസ് എന്താണ്? 2 റീസൺസ് അറിയാം. ലാർജ് ഐബോൾസും സ്മോൾ ഫോക്കൽ ലെങ്ത്. ഇതാണ് റീസൺസ്. മയോപ്പിയുടെ മറ്റേ പേരാണ് ഷോർട്ട് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ നിയർ സൈറ്റഡ്നെസ്. രണ്ടും മയോപ്പിയുടെ മറ്റു പേരുകളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇത് നന്നായിട്ട് പഠിച്ചവർക്ക് മാത്രമേ ഉത്തരം പറയാൻ പറ്റുള്ളൂ. പക്ഷേ പഠിച്ചവർക്ക് ഉത്തരം പറയാൻ പറ്റും. ആൻഡ് ഇൻകാൻഡസെന്റ് ലാമ്പ് ബെയർസ് എ മാർക്ക് ഇൻ 200 വോൾട്ട് 100 വാട്ട്. വാട്ട് ഡസ് 100 വാട്ട് ഇൻഡിക്കേറ്റ്? പവർ ഓഫ് ദി ഡിവൈസ്. എനർജി കൺസ്യൂംഡ് പെർ യൂണിറ്റ് ടൈം. പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി കൺസ്യൂംഡ് അല്ലെങ്കിൽ എനർജി ലിബറേറ്റഡ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, പെർ യൂണിറ്റ് ടൈം ആണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി ഫിലമെന്റ്? ഇത് വോൾട്ടേജ് ആണ്, ഇത് പവർ ആണ്. രണ്ടും തന്ന സ്ഥിതിക്ക് പവറിൻ്റെ റെസിസ്റ്റൻസും വോൾട്ടേജും വരുന്ന ഇക്വേഷൻ ഏതാണ് മക്കളെ? പവർ ഈസ് ഈക്വൽ ടു V²/R. അത് ഉപയോഗിക്കാം. ഓക്കെ, പവർ ഈസ് ഈക്വൽ ടു V²/R. റെസിസ്റ്റൻസ് ആണ് വേണ്ടത്. R ഈസ് ഈക്വൽ ടു R ഇങ്ങോട്ട് പോയി പവർ ഇങ്ങോട്ട് വന്നാൽ V²/P വരും. V എത്രയാണ് മക്കളെ? 200 ആണ്. അപ്പോൾ 200ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 200 × 200 എന്ന് എഴുതാം. ഡിവൈഡ് ബൈ പവർ എന്ന് പറഞ്ഞാൽ 100 എന്ന് വരും. ഓക്കെ, 100 200 2 400 വരും. 400 ഓമാണ് റെസിസ്റ്റൻസ്. കഴിഞ്ഞു. അത് കിട്ടി. റെസിസ്റ്റൻസ് ഓഫ് ദി ഫിലമെന്റ് 400 ഓം. അടുത്തത്, റൈറ്റ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് LED ഓവർ ഇൻകാൻഡസെന്റ് ലാമ്പ്. LED-യുടെ അഡ്വാൻറ്റേജ് എന്നാൽ മെർക്കുറി ഇല്ല, സോ പൊല്യൂഷൻ ഇല്ല, അല്ലെങ്കിൽ പൊല്യൂഷൻ ലെസ് ആയിരിക്കും. പ്രകൃതിക്ക് എന്താണ്? ഹാനികരമായിരിക്കില്ല. രണ്ടാമത്തെ എന്താണ്? എനർജി എഫിഷ്യൻ്റ് ആണ്. മൂന്നാമത്തെ ഒരെണ്ണം കൂടി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാം, പവർ വളരെ കുറച്ച് പവർ മതി. റിക്വയർസ് വെരി ലോ എമൗണ്ട് ഓഫ് പവർ. ഈ 3 എണ്ണം എഴുതി വെക്കാം. ഓക്കെ, ഇനി ഇൻകാൻഡസെന്റ് ലാമ്പിൻ്റെ മുകളിലുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മെർക്കുറി ഡിസ്ചാർജ് ലാമ്പിനാണുള്ളത്. അപ്പോൾ ഇത് എഴുതി വെക്കണം എന്നില്ല. നിങ്ങൾക്ക് ഈ 2 എണ്ണം എഴുതി വെച്ചാൽ എനർജി എഫിഷ്യൻ്റ് ആണ്. ഇതില്ല. പിന്നെ ഒരു കാര്യം കൂടെ എഴുതാം, എനർജി എഫിഷ്യൻ്റ് ആണ്. അവിടെ തന്നെ എഴുതാം. എനർജി എഫിഷ്യൻ്റ് ആണുള്ള കാരണം എന്താണ്? ഇറ്റ് ഹാസ് നോ ഫിലമെൻറ്റ്. ഫിലമെൻ്റ് ഉണ്ടാകുമ്പോൾ കുറേ എനർജി എന്താണ്? ഹീറ്റായിട്ട് പോവും. ലൈറ്റ് ആവും, പക്ഷേ കുറേ ഹീറ്റായിട്ട് വേസ്റ്റ് ആയി പോകും. അപ്പോൾ നമ്മുടെ LED ലാമ്പിൽ ഫിലമെൻ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടെന്നാണ് ആ ഹീറ്റ് ലോസ് ഉണ്ടാവില്ല. അപ്പോൾ എനർജി എഫിഷ്യൻ്റ് എന്താണെന്നും കൂടി എഴുതി വെച്ചാൽ നന്നായിരിക്കും. ക്ലിയർ ആണല്ലോ മക്കളെ? ശരി. നെക്സ്റ്റ്, AC ജനറേറ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻ പവർ സ്റ്റേഷൻസ് ഇൻ അവർ കൺട്രി. ശരിയാണ്. AC ജനറേറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പവർ ഉണ്ടാക്കുക ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ. വാട്ട് ഈസ് ദി വോൾട്ടേജ് പ്രൊഡ്യൂസ്ഡ് ബൈ ജനറേറ്റേഴ്സ് ഇൻ പവർ സ്റ്റേഷൻ? പവർ സ്റ്റേഷൻ ഉണ്ടാക്കുന്ന വോൾട്ടേജ് എത്രയാണ്? 11 kV ആണ്. 11,000 വോൾട്ട് എന്ന് പറയും. ഓക്കെ, 230 വീട്ടിലെത്തുന്നതാണ്. അത് അവിടെ ഉണ്ടാക്കുന്നതല്ല, 11 kV ഉണ്ടാക്കുന്നത്.
വാട്ട് ഡു യു മീൻ ബൈ ട്രാൻസ്മിഷൻ ലോസ്? നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ഈ കേബിൾ വലിയ വലിയ പവർ ലൈൻസിൽ കൂടെ ഈ കറണ്ട് വരുന്ന സമയത്ത് കറണ്ടാണ് വരുന്നത്. അപ്പോൾ എന്താണ്, കുറേ ഹീറ്റ് ഉണ്ടാവും. ജൂൾസ് ലോ പ്രകാരം H=I²RT എന്ന് പറഞ്ഞാൽ കുറേ ഹീറ്റ് ഉണ്ടാവും. ആ ഹീറ്റൊക്കെ വേസ്റ്റായി പോവാണ് വരുന്നത്. ആ വേസ്റ്റിനെയാണ് നമ്മൾ വിളിക്കുക, എനർജി വേസ്റ്റായി പോകുന്നതിനെയാണ്, അല്ലെങ്കിൽ എനർജി ലോസ്റ്റ് ആയി പോകുന്നതിനെയാണ് നമ്മൾ വിളിക്കുക ട്രാൻസ്മിഷൻ ലോസ്. ഇതിന് ടെക്സ്റ്റ് ബുക്കിൽ ഡെഫിനേഷൻ ഉണ്ട്, അത് ഇതുപോലെ തന്നെ എഴുതി വെക്കും. ഡെഫിനേഷൻ എന്തൊക്കെ ചോദിക്കുകയാണ് അതേപോലെ തന്നെ എഴുതി വെക്കാൻ എപ്പോഴും നല്ലത്. കാരണം നിങ്ങൾക്ക് അറിയുന്ന ടീച്ചേഴ്സ് ആയിരിക്കില്ല പബ്ലിക് എക്സാമിന് പേപ്പർ കറക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിലോ എന്തെങ്കിലും പഠിച്ച്, നമ്മുടെ ക്ലാസ്സിൽ എക്സാമിൻ്റെ ക്ലാസ്സിലാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കിലെ ഡെഫിനേഷൻ മാത്രമേ പഠിപ്പിക്കുള്ളൂ. പക്ഷേ അല്ലാത്തടത്ത് എന്തെങ്കിലും പഠിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതി വെച്ചാലുള്ള പ്രശ്നം നിങ്ങളുടെ സ്കൂളിലെ ടീച്ചറോ ട്യൂഷൻ ടീച്ചറൊക്കെ മാർക്ക് തരുമായിരിക്കും. പക്ഷേ ഇത് പേപ്പർ കറക്റ്റ് ചെയ്യാൻ പോകുന്ന ടീച്ചറിന് ചിലപ്പോൾ മാർക്ക് തരണമെന്നില്ല, അല്ലെങ്കിൽ മാർക്ക് കുറയ്ക്കാനുള്ള ചാൻസ് ഉണ്ട് എന്തിനും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതിനുള്ള ചാൻസ് ഒക്കെ ട്രാൻസ്മിഷനിലോ ടെക്സ്റ്റ് ബുക്കിൽ പ്രശ്ന നഷ്ടം ടെക്സ്റ്റ് ബുക്കിലെ ഡെഫിനേഷൻ അത് തന്നെ എഴുതി വെക്കും. സംഭവം എന്താണ്, കറണ്ട് വലിയ കേബിൾസിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഹീറ്റ് ഉണ്ടാകും. ആ ഹീറ്റ് ലോസാണ്, ലോസ്റ്റ് ആയി പോവാണ്. അത് ആ ലോസ്റ്റ് ആയി പോകുന്ന എനർജീനെയാണ്, ഊർജ്ജത്തിനെയാണ് നമ്മൾ ട്രാൻസ്മിഷൻ ലോസ്, പ്രശ്ന നഷ്ടം എന്ന് വിളിക്കുക. എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് ഈസ് മിനിമൈസ്. എങ്ങനെയാണ് മിനിമൈസ് ചെയ്യാൻ പറ്റുക? ഒന്നുമില്ല, ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു മക്കളെ, ഈ 11 kV നമ്മൾ വോൾട്ടേജ് ഉണ്ടാക്കുക, അതിനെ നമ്മളൊന്നും കൂട്ടുന്നു, വോൾട്ടേജിനെ കൂട്ടുന്നു. എത്രയിലേക്ക് കൂട്ടുക? ഫസ്റ്റ് തന്നെ പവർ സ്റ്റേഷനിൽ വോൾട്ടേജ് കൂടുന്ന 11 kV നിന്ന് 220 kV. ഇതൊന്നും അറിയില്ലെങ്കിൽ മൂന്നാമത്തെ ചാപ്റ്റർ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വൺ ഷോട്ട് കിടപ്പുണ്ട്. ഈ മൊത്തം കാര്യങ്ങൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം, മൊത്തം കാര്യങ്ങൾ പോയി പഠിക്കാം. ഓക്കെ, എനിവേ നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? വോൾട്ടേജ് നമ്മൾ കൂട്ടുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് വോൾട്ടേജ് കൂട്ടിയാൽ കറണ്ട് എന്നാണ് കുറയുകയാണ് ചെയ്യുക. കറണ്ട് കുറഞ്ഞാൽ ഹീറ്റ് ലോസ് കുറയും, ട്രാൻസ്മിഷൻ ലോസ് കുറയും. ഇത്രയുള്ള സംഭവം. വോൾട്ടേജ് കൂട്ടുന്ന മൂലം കറണ്ട് കുറയും, കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റും കുറയും, ഹീറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ, അതാണല്ലോ ട്രാൻസ്മിഷൻ ലോസ്, അപ്പോൾ അതും കുറയും. അപ്പോൾ വോൾട്ടേജ് കൂട്ടുകയാണ്, പവർ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് വോൾട്ടേജ് കൂട്ടുക. ഏത് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുക? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട്, അതും കൂടി എഴുതിച്ചോ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് നമ്മൾ വോൾട്ടേജ് കൂട്ടുന്നു, അതുമൂലം കറണ്ട് കുറയുന്നു, ഹീറ്റ് കുറയുന്നു. ഇതാണ് എഴുതി വെക്കേണ്ടത്. ദ കുക്കിംഗ് ഗ്യാസ് വി ഗെറ്റ് ഇൻ സിലിണ്ടേഴ്സ് ഇസ് LPG. ഓക്കെ, LPG ആണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. പരീക്ഷയിൽ ഫുൾ ഫോം ചോദിക്കാം. ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് എന്ന് പലരും എഴുതി വെക്കും. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ്. LPG എന്ന് പറഞ്ഞാൽ പെട്രോളിയം ഗ്യാസ് ആണ് ബേസിക്കലി. അതിന് ലിക്വിഫൈ ചെയ്തിരിക്കുന്നതാണ്. പെട്രോളിയം ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഏത് ഫോസിൽ ഫ്യൂലിൻ്റെ പ്രൊഡക്റ്റ് ആണ്? പെട്രോളിയത്തിൻ്റെ പ്രൊഡക്റ്റ് ആണ്. പെട്രോളിയം എന്താണ്? ഒരു ഫോസിൽ ഫ്യൂലാണ്. വിച്ച് ഇസ് ദി മെയിൻ. അപ്പോൾ ചോദ്യം, വാട്ട് ഡസ് ദി ലേബൽ B23? B23 എന്ന് നിങ്ങൾ LPGയിൽ കണ്ടാൽ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എക്സ്പയറി ഡേറ്റ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആ സിലിണ്ടറിൻ്റെ എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ ഡ്യൂ ചെക്ക് ഡേറ്റ്, ചെക്ക് ഡ്യൂ ഡേറ്റ് എന്ന് എഴുതാം. അതായത് ആ സിലിണ്ടർ ചെക്ക് ചെയ്ത ഡേറ്റ് രണ്ടും എഴുതി വെച്ചു. എക്സ്പയറി ഡേറ്റ് ഡ്യൂ ചെക്ക് ഡേറ്റ്. ഓക്കെ, അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. ബേസിക്കലി അതിനുശേഷം ആ സിലിണ്ടർ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. വാട്ട് ഈസ് ദി മെയിൻ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഓഫ് LPG? മക്കളെ, LPG എന്ന് പറഞ്ഞാൽ പെട്രോളിയം ഗ്യാസ് ആണ്. പെട്രോളിയം ഗ്യാസ് ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ പെട്രോളിയത്തിൻ്റെ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഓരോ ആൾക്കാരുടെ കോൺസ്റ്റൻസ് ഒറ്റയടിക്ക് പഠിപ്പിച്ചു തരാം. കാരണം എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. ഇപ്പോൾ കൽക്കരി ഉണ്ട്, 3 ഫോസിൽ ഫ്യൂൽസ് ഉള്ളൂ, മറ്റേത് 2 പെട്രോളിയം ഉണ്ട്. പെട്രോളിയത്തിൻ്റെ ഉള്ളിൽ വരുന്ന ആൾക്കാരാണ് LPG, പെട്രോള്, ഡീസൽ. ഓക്കെ, എല്ലാം പെട്രോളിയത്തിനുള്ളിൽ വരികയാണ്. പിന്നെ നാച്ചുറൽ ഗ്യാസിനുള്ളിലാണ് CNG, കംപ്രസ് നാച്ചുറൽ ഗ്യാസ്, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. കോളിൻ്റെ മെയിൻ പ്രൊഡക്റ്റ് അല്ല, കോളിൻ്റെ മെയിൻ കോൺസ്റ്റിറ്റ്യുവൻറ്റ്, ഇതിലുണ്ടാകുന്ന മെയിൻ ഘടകം കാർബൺ ആണ്. പെട്രോളിയത്തിൻ്റെ ബ്യൂട്ടൈൻ ആണ്, നാച്ചുറൽ ഗ്യാസിൻ്റെ മെത്തേൻ ആണ്. ഇത് ഓർത്തോക്കാൻ ട്രിക്കും പറഞ്ഞിട്ടുണ്ട്. C പെട്രോളിയത്തിൻ്റെ Pയിൽ ഒരു ഉണ്ടം കൊണ്ട് വരച്ചാൽ ബ്യൂട്ടൈൻ കിട്ടി. ഓക്കെ, ഇത് സിമ്പിളാണ്. മീന നാച്ചുറൽ ഗ്യാസ് അല്ലേ, നാച്ചുറൽ ഗ്യാസ് മീന. എങ്ങനെ വേണം ഓർത്ത് വെച്ചോ. ഓർത്ത് വെച്ചില്ലെങ്കിൽ ഈ വിഷയങ്ങളായില്ല. ഇത് ഓർത്തോക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇത് പഠിച്ചു വെക്കണം. പെട്രോളിയത്തിൽ ബ്യൂട്ടൈനാണ്, അപ്പോൾ LPGയിലും ബ്യൂട്ടൈൻ ആയിരിക്കും. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ബ്യൂട്ടൈനാണ് LPGയിലെ മെയിൻ കോൺസ്റ്റൻറ്റ്. ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞാൽ 4 കാർബണുള്ള സാധനം. ഓക്കെ, വിച്ച് സബ്സ്റ്റൻസ് ഇസ് ആഡഡ് ടു ഇൻ LPG ടു ഡിറ്റക്ട് ലീക്കേജ്? LPGയിൽ നിറച്ചിരിക്കുന്നത് എന്താണ്? ലിക്വിഡ് ഫോർ പെട്രോളിയം ഗ്യാസ് ആണ്. അതിന് മണമില്ല. ഇറ്റ് ഈസ് ഓർഡർലെസ്. ഓക്കെ, ഓർഡറും ഇല്ല, കളറും ഇല്ല. പക്ഷേ നിങ്ങൾ LPG ലീക്കാവുന്ന സമയത്ത്, ഈ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് ഗ്യാസ് ലീക്കാവുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു മണം കിട്ടുന്നുണ്ട്. അത് എന്ത് LPGയിലേക്ക് ആഡ് ചെയ്തുകൊണ്ടാണ്? ഈത്തൈൽ മെർക്യാപ്റ്റൻ ആഡ് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ ഈത്തൈൽ മെർക്യാപ്റ്റൻ എന്ന് പറഞ്ഞ സാധനം നമ്മൾ എന്ത് ചെയ്യുന്നു മക്കളെ? നമ്മൾ LPGയിലേക്ക് ആഡ് ചെയ്യും. അതിനൊരു മണമുണ്ട്. ആ മണമാണ് ഗ്യാസ് ലീക്കാവുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ LPGക്ക് മണമില്ല, ഇറ്റ് ഈസ് ഓർഡർലെസ്. പക്ഷേ ഈത്തൈൽ മെർക്യാപ്റ്റൻ ആഡ് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ ഒരു മണം വരുന്ന ലീക്കാവുന്ന സമയത്ത്. പരീക്ഷ ചോദിക്കട്ടോ എപ്പോഴും. വാട്ട് ആർ ദി പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ ടു അവോയ്ഡ് ആക്സിഡൻസ് ഡ്യൂ ടു? പ്രിക്കോഷൻ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു 4 എണ്ണം പഠിച്ചു വെക്കാം. ഡയറക്റ്റ് ചോദ്യമാണ്. ഓക്കെ, സേഫ്റ്റി ആൻഡ് പ്രിക്കോഷൻസ് പഠിച്ചു വെക്കുക. ടെക്സ്റ്റ് ബുക്ക് ഡയറക്റ്റ് ചോദ്യമാണ്. അതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ, വേറെ ഒരു വഴിയില്ല. ഇത് ലാസ്റ്റ് ക്വസ്റ്റൻ ആണെന്ന് തോന്നുന്നു. ലാസ്റ്റ് ക്വസ്റ്റൻ. ദ റേ ഡയഗ്രാം റിലേറ്റഡ് ടു ദ ഇമേജ് ഫോർമേഷൻ ഈസ് ഗിവൺ. കോൺവെക്സ് ലെൻസ് ആണ്. കോപ്പി ഇമേജ് ഫോർമേഷൻ എപ്പോഴും ചോദിക്കും. അപ്പോൾ കോപ്പി ചെയ്യണം കേട്ടോ. ഇതിന് ബാക്കി വരച്ച് വെച്ചാൽ പോരാ. അപ്പോൾ ഞാൻ ബാക്കി വരയ്ക്കുള്ളൂ. ഒരു റേ ഇങ്ങനെ പോകുന്നു, പാരലായിട്ട് പോകുന്നു, ഫോക്കസിലൂടെ പോകുന്നു, നമുക്കറിയാം. അപ്പോൾ ഇതൊന്നും അറിയില്ലെങ്കിൽ
മക്കളെ 6 കേസാണ് കോൺവെക്സ് ലെൻസ്, 2 കേസ് കോൺകേവ് ലെൻസ്. ഏതെങ്കിലും ഒന്ന് എക്സാമിൽ ചോദിച്ചിരിക്കും. പഠിക്കാത്തവരാണെങ്കിൽ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ വൺ ഷോട്ട് നമ്മുടെ ജസ്റ്റ് യൂട്യൂബ് പോയിട്ട് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എക്സാമിനർ വൺ ഷോട്ട് എന്ന് അടിക്കുക, അല്ലെങ്കിൽ എക്സാമിനർ അടിക്കുക. നിങ്ങൾക്ക് ഒരു 1.5 മണിക്കൂറിൻ്റെ ലൈവ് കാണാം. ഫാസ്റ്റ് അടിച്ചിട്ട് 1 മണിക്കൂർ കൊണ്ട് തീർക്കുക. അതിലെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. 6 കേസും കോൺകേവ് ലെൻസിന് 2 കേസ് 8 കേസ് പഠിപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒന്ന് പരീക്ഷ വന്നിരിക്കും. പഠിച്ചു വെച്ചാൽ നേരെ എഴുതി വെക്കാം. ഓക്കെ, 5 മാർക്കിനൊക്കെ ചോദ്യം വരിക, വേറെ കാര്യങ്ങളും ഉണ്ടാവട്ടോ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യുക? പാരലായിട്ട് പോകുന്ന ഫോക്കസിലൂടെ പോകും. രണ്ടാമത്തെ റേ എപ്പോഴും ഈ പിയിലേക്ക് എടുക്കുക. പിയിലേക്ക് എടുത്തെന്ന് സംഭവിക്കുക, നേരെ പോകും. സാർ നേരെ എന്ന് പറഞ്ഞാൽ നേരെ, ഒരു ഡീവിയേഷനും ഇല്ലാണ്ട് നേരെ പോകും. ഇവിടെ ആയിരിക്കും ഇമേജ് ഉണ്ടാവുക, ഒരു ഡീവിയേഷൻ ഉണ്ടാവില്ല. സോ 2 റേസും കൂടെ മീറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. സോ ഇവിടെ ആയിരിക്കും ഇമേജ് ഉണ്ടാകുക. ഇമേജ് ആണെന്ന് കാണിക്കാൻ വേണ്ടി IM എന്ന് എഴുതും. ഇത് കംപ്ലീറ്റ്ലി കോപ്പി ചെയ്ത് നിങ്ങൾ ഫുൾ വരയ്ക്കണം. അപ്പോൾ ഈ ലെൻസ് വരയ്ക്കണം, 2F, F2F എല്ലാം വരയ്ക്കണം. ഇങ്ങനെ വരച്ചിട്ട് ഈ ഡിസ്റ്റൻസും ഒക്കെ സെയിം വരയ്ക്കണം. അപ്പോൾ 2 സെൻറ്റിമീറ്റർ എടുക്കുക, 2 സെൻറ്റിമീറ്റർ ഓടിക്കുക സ്കെയിൽ വെച്ചിട്ട്. ഇത് കറക്റ്റായിട്ട് വരയ്ക്കുക. എന്നിട്ട് ഇത് ഇതുപോലെ തന്നെ വരച്ച് വെക്കുക. പാരലായിട്ടുള്ള റേ ഫോക്കസിലൂടെ പോകും. പിയിലേക്ക് എടുക്കുന്നവരെ ഒന്നും സംഭവിക്കാണ്ട് നേരെ പോകും. ഒരു വ്യതിയാനം ഉണ്ടാവില്ല, ഒരു ഡീവിയേഷൻ ഉണ്ടാവില്ല. കോപ്പി ചെയ്തു. റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇമേജ് ഫോം. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചെയ്തിരിക്കുക. റിയൽ ഇമേജ് ആണോ? യെസ്. 2 റേസ് ആക്ച്വലി മീറ്റ് ചെയ്യുന്നുണ്ടാകുന്ന ഇമേജ് ആണ്. മാത്രമല്ല ലെൻസിൻ്റെ കേസിൽ റൈറ്റ് സൈഡിൽ ഉണ്ടാകുന്ന ഇമേജ് റിയൽ ആണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, യഥാർത്ഥവുമാണ്, തല കീഴായിട്ടുള്ള ഇമേജ് ആണ്. വലുപ്പം കൂടുതലാണോ കുറവാണ്? ഇത് ചെറുതാണ്, ഇത് വലുതാണ്. സോ എൻലാർജ് ഇമേജ് ആണ്. ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാം. ഇമേജ് സ്ക്രീനിൽ കിട്ടുന്നു കൂടി എഴുതി വെച്ചോ. റിയൽ ഇമേജ് ചെയ്താൽ അതും കൂടി എഴുതി വെക്കാം. മാഗ്നിഫിക്കേഷൻ ഇസ് ഗ്രേറ്റർ ദാൻ 1, ലെസ് ദാൻ 1 എന്തായിരിക്കും മക്കളെ? ഇവിടെ മാഗ്നിഫിക്കേഷൻ 1 ആണോ, ഗ്രേറ്റർ ദാൻ 1 ആണോ, ലെസ് ദാൻ 1 ആണോ? എന്താ സംഭവിക്കുക മക്കളെ? എന്തായാലും മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ എന്താണ്? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ എന്താണ്? ഒബ്വിയസ്ലി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. പക്ഷേ അത് നെഗറ്റീവും കൂടി ആയിരിക്കും. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഇത്രയേ ഉള്ളൂ. മാഗ്നിഫിക്കേഷൻ ഈസ് ഗ്രേറ്റർ ദാൻ 1, എൻലാർജ് ആയതുകൊണ്ട് ഗ്രേറ്റർ ദാൻ 1, സെയിം സൈസാണ്, 1 ആയിരിക്കും. വലിപ്പം കുറവാണെങ്കിൽ ലെസ് ദാൻ 1 ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 1 പക്ഷേ ഇൻവേർട്ടഡ് ആയതുകൊണ്ട് ബട്ട് നെഗറ്റീവ് എന്നും കൂടി എഴുതണം. ബട്ട് നെഗറ്റീവ്, അതായത് മാഗ്നിഫിക്കേഷൻ 2L ആയിരിക്കും, 2 ടൈംസ് ഒക്കെ ആയിരിക്കും. ഒബ്ജക്റ്റിന് 2 ടൈംസ് ഉണ്ടാവും ഇമേജ്, പക്ഷേ ഇൻവേർട്ടഡ് ആയതുകൊണ്ട് -2 ആയിരിക്കും വരിക. അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് എഴുതി വെക്കുക ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ. ക്ലിയർ ആണല്ലോ? അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടിക്കോളും. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു മീഡിയം ലെവലായിരുന്നു. ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു, കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ ഒരു ബാലൻസ് പേപ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ പല ചോദ്യങ്ങളും പരീക്ഷയിൽ വരാൻ ചാൻസ് ഉണ്ട്. പല ചോദ്യങ്ങൾ അതേപോലെ വന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഓരോ ചോദ്യങ്ങൾ ചെയ്യുമ്പോഴും പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു വെക്കുക. പിന്നെ ഡെഫിനിഷൻസ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ അതേ സാധനം തന്നെ എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ കറക്റ്റ് ട്രാക്കിലാണ്. ഓക്കെ, ഇനി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയെന്നുള്ള കാര്യം. ഓക്കെ, അത്ര മാത്രമേ ചെയ്യാനുള്ളൂ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓൾസോ മറക്കരുത്, എല്ലാ ദിവസവും ഈ ആഴ്ച കംപ്ലീറ്റ് ദിവസങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മോഡൽ എക്സാംസ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഓരോ എക്സാമും ഈ വീഡിയോ കാണുന്നതിന് മുൻപ് തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നിങ്ങൾ ചെയ്തു പോയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ മക്കളെ വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.